ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൈം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദുവിനെ വിളിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഉറക്കം മതിയായതുകൊണ്ട് അവൾ തിരിഞ്ഞ് കിടക്കുകയാണ്. എണീറ്റിട്ട് അവൾക്ക് ജ്യൂസ് കുടിക്കണം. അപ്പോൾ അത് എണീറ്റ് വന്നിട്ടുണ്ട്. നല്ല മൂടൊക്കെ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ. ഒന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോയി അവളേനെ. അപ്പോൾ അതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വാട്ടർമെലൺ ജ്യൂസ് കേട്ടോ ഞാൻ കൊടുക്കാറ് ഈവനിങ്. അപ്പോൾ അതാ ഇതാണ് ഞാൻ കൊടുക്കണത്. ജ്യൂസ് കൊടുക്കട്ടെ ഞാൻ. അപ്പോൾ അതാ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അവൾക്ക് കൊടുക്കണത്. ചെയറിലൊന്നും അവൾ ഇരിക്കണില്ല. അവൾ കുടിക്കണ മാത്രമല്ല, തിരിഞ്ഞും മറിഞ്ഞും ഓരോന്ന് കളിക്കുകയാണ്. ഒരു സ്പൂണ് അകത്ത് പെട്ട അതിന് ഭാഗ്യമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. ഓരോന്ന് കണ്ട സാധനങ്ങളൊന്നും അവൾക്ക് കളിക്കാൻ വേണ്ട, പുതുതായിട്ട് എന്തെങ്കിലും എപ്പോഴും വേണം. പിന്നെ ടോയ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് അതാണ് ആവശ്യം. ടീയുടെ റിമോട്ട്, വാട്ടർ ബോട്ടിൽ, പൗഡർ, ഇതൊക്കെയാണ് അവളുടെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ. എങ്ങനെയൊക്കെയോ കൊടുക്കുകയാണ്. ചൂട് അധികമായതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ആവും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വാട്ടർമെലൺ ഡെയിലി കൊടുക്കാറുണ്ട് ഞാൻ. 1-2 മഴ പെയ്തു. ഇങ്ങോട്ട് കടുത്ത ചൂടിനൊരു ആശ്വാസമുണ്ട്. പുലർച്ചയ്ക്കൊക്കെയാണ് മഴ പെയ്യാറ്. ഇന്നലെ നല്ല രീതിക്ക് പെയ്തിരുന്നു. രാവിലെ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെയും വെയിലായത്. അപ്പോൾ വാട്ടർ അവൾക്ക് നന്നായിട്ട് കൊടുക്കണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞായിരുന്നു. പിന്നെ ഫോർമുല മിൽക്കൊന്നും അവൾക്ക് അധികം ഇഷ്ടമല്ല. ഡീഹൈഡ്രേഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നതായിരുന്നു ഫോർമുല കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ജ്യൂസാക്കിയിട്ട് ഓരോന്ന് കൊടുക്കും. അനാറോ വാട്ടർമെലൺ. അപ്പോൾ ദാദുട്ടൻ്റെ ജ്യൂസ് കുടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം പുറത്തു കൂടെ അങ്ങനെ നടക്കലാണ്. ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ അവൾക്കൊരു ബോറടി മാറാൻ വേണ്ടിയിട്ട് ഈവനിങ് അവളെ ഇങ്ങനെ എടുത്ത് പുറത്തു കൂടെ എടുത്ത് നടക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത്. പക്ഷെ എപ്പോഴും പുറത്തു കൂടെ എടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ, വെയിലായിരിക്കും. അപ്പോൾ ഈവനിങ് ഈ നേരമാണ് ഒന്ന് ഫ്രീ ആവുക. അപ്പോൾ ഇതാ പുറത്തേക്ക് റോട്ടിക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. ഞങ്ങളുടെ വീട് ഒരു ദിവസം ഹോം ടൂറായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പടിക്കിലേക്ക് നടക്കുകയാണ്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു കനാൽ വരുന്നുണ്ട്. പക്ഷേ 1 മാസമായിട്ട് ഇപ്പോൾ വെള്ളം വരുന്നില്ല. അതിൽ വെള്ളം വരുമ്പോൾ എന്തായാലും അത് വീഡിയോയിൽ കാണിക്കാം. നല്ല രസമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വെള്ളം വരുമ്പോൾ. ചെറിയൊരു മഴയ്ക്കുള്ള കോളുണ്ട്. പക്ഷെ മഴ പെയ്യുമെന്ന് തോന്നണില്ല. ചിലപ്പോൾ പുലർച്ചയ്ക്കൊക്കെ പെയ്യുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെയായിരുന്നു, പുലർച്ചയ്ക്ക് നല്ല മഴ പെയ്തു. അപ്പോൾ അതാ ഞങ്ങൾ റോട്ടിലെത്തി. ആദുവിന് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കണം. ജ്യൂസ് അവൾ കുറച്ചല്ലേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചു പോരുകയാണ്. അവൾക്കുള്ള ചോറ് റെഡിയാക്കണം. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല വെളിച്ചമാണ്, പെട്ടെന്ന് ഇരുട്ടാവണില്ല. അപ്പം ഞാൻ പോയിട്ട് ആദുട്ടനുള്ള ഫുഡ് റെഡിയാക്കട്ടെ. ചോറാണ് കൊടുക്കണത് വൈകുന്നേരം. പിന്നെ എന്തെങ്കിലും കറികൾ എന്തെങ്കിലും സെപ്പറേറ്റ് അവൾക്ക് ഉണ്ടാക്കും. ചോറ് ഞാൻ എടുത്ത് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം മറുത്ത് വെച്ചിട്ട് കുറച്ച് നേരം കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. എന്നും സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് കഴിക്കണതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോറും പിന്നെ വെള്ളപ്പയറും മത്തങ്ങയും വേവിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ചത്. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മേലൊക്കെ കഴുകി സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കളിക്കും, എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങും. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.